മ്യൂസിക് കമ്പോസർ ആണ്, മ്യൂസിക് ഡയറക്ടർ ആണ്, സിംഗർ ആണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. ഒരു വിധം പിടി കിട്ടി ചക്കരെ. സൂപ്പർ സ്റ്റാർ എന്ന പേരുമായിട്ട് വളരെ ബന്ധമാണ്. സൂപ്പർ സ്റ്റാർ പറഞ്ഞത് കൊണ്ട് കിട്ടിയോ? ആദ്യത്തെ സിനിമയിലെ പാട്ടുകൾ തന്നെ സൂപ്പർ ഹിറ്റ്. ഞാൻ വിളിക്കട്ടെ? വിളിക്കൂ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അൽഫോൺസ് സാർ. അൽഫോൺസ് സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. വെള്ളിൽ പരവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം, പോകാം പോകാം വെൽക്കം അൽഫോൺസേ. താങ്ക് യു. ഹലോ. ഹലോ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. തീർച്ചയായിട്ടും. ആദ്യകാല ഓർമ്മകൾ അതിൽ നിന്ന് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു? ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ സൂപ്പർ സ്റ്റാറിന്റെ ഓർമ്മകള്. ശരിക്കും അല്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ ആ പഴയ സുഹൃത്തുക്കള് അവരെ മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പ്രത്യേകിച്ച് ബാലു, ദീപു, അതൊരു വൺ ടൈം ഇതായിരുന്നല്ലോ, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കും. എവിടെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന റിമാർക്ക് അതാണ്, സൂപ്പർ സ്റ്റാറില് അന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മളും കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കണല്ലോ. അന്ന് റിയാലിറ്റി ഷോ അതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതെ, അറിയാണ്ട് കുറെ തമാശകളുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചില അതിന്റെ ഈ ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള വീഡിയോസ് അത് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അപ്പോ ചില സമയത്തൊക്കെ അത് കാണുമ്പോ ഇത്രയൊക്കെ കാണിക്കണമായിരുന്നു എന്നൊക്കെ തോന്നും. അതെ. പക്ഷേ ഇറ്റ് വാസ് എ ഫൺ. തീർച്ചയായിട്ടും എന്നൊരു മെമ്മറിയാണത്. തീർച്ചയായിട്ടും. ഓക്കെ, മഞ്ജരി ചേച്ചി, എപ്പോഴായിരുന്നു നിങ്ങളുടെ ആ ഒരു മീറ്റ്? ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ആ സമയത്തെ മീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അതേലെ. ഞങ്ങളുടെ എപ്പോഴും സംസാരിക്കുമ്പോ പറയുന്നത് അതേലേ, അതായിരുന്നു ഒരു സിഗ്നേച്ചർ വാക്ക് അൽഫോൺസ് ചേട്ടന്റെ. അതേലേ, ഒരു ആത്മാർത്ഥതയില്ല, ചുമ്മാ നമ്മൾ എന്ത് പറഞ്ഞാലും അതല്ലേ. പ്രത്യേക ഒരു ടോൺ ഉണ്ട്. അത് ആക്ച്വലി തൃശ്ശൂരത്തെ ഒരു പ്രത്യേക നമ്മുടെ അഭിജിത്തിനൊക്കെ അറിയാം അല്ലേ, നമ്മള് വർത്താനം പറയുന്ന സമയത്ത് അതല്ലേ. അത് പക്ഷെ പിന്നീട് കളിയാക്കലായി, എന്ത് വന്നാലും അതല്ലേ. അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ ഒരു പാട്ട്, ഞാൻ ആ സമയത്ത് ജസ്റ്റ് സ്കൂള് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു. അപ്പൊ അൽഫോൺസ് ചേട്ടന്റെ ബ്രദർ ഉണ്ട്, ജോമോൻ ചേട്ടൻ. അദ്ദേഹം അവിടെ മസ്കറ്റിലായിരുന്നു, കീബോർഡ് വായിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അൽഫോൺസ് ചേട്ടനേക്ക് ആ സമയത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, ഞാന് വെള്ളിത്തിര കഴിഞ്ഞിട്ട് ജലോത്സവം കഴിഞ്ഞു, അടുത്ത പടം. അപ്പൊ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഒരു, ഇതുവരെ സിനിമയിൽ അങ്ങനെ പാടിയിട്ടില്ലല്ലോ. അപ്പം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു സിനിമ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അൽഫോൺസ് ചേട്ടൻ. അതിലൊരു 3 പാട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ സോങ്സ്. അതാണ് ഒരു പ്രാക്ടീസ് പോലെ അന്ന് തുടങ്ങി വെച്ചത്. പിന്നെ പ്രോജക്റ്റ് നടന്നില്ല, പക്ഷെ അതൊരു നല്ല പാട്ടുകളായിരുന്നു. നന്നായിട്ട് പാടും ചെയ്തു മഞ്ജരി. ആൻഡ് നമ്മളെന്താ കൊറേ സമയം നമ്മള് ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിച്ച്. പിന്നെ ഒരു ടീം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓഫ് കോഴ്സ് അതെല്ലാം കഴിഞ്ഞ് കുറെ വർഷത്തിന് ശേഷമാണ് സിനിമാ കമ്പനിയിൽ ഞാൻ അൽഫോൺസ് ചേട്ടന് വേണ്ടി പാടുന്നത്. അതൊരു അൽഫോൺസ് ചേട്ടനുണ്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഫുൾ ഒരു 3 പേരുണ്ട് അതില്. ഹർഷ്ദീപ്, പിന്നെ പല്ലവി ഞാൻ പാടി, അനുപല്ലവി മഞ്ജരി. അതെ, ലാംഗ്വേജും ഡിഫറെന്റ്, ഒരു പഞ്ചാബി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. നല്ല അടിപൊളി പാട്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ ഇതുപോലെ പ്രോഗ്രാംസിനൊക്കെയാ കാണുന്നത്. അതല്ലാതെ പിന്നെ ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയിൽ ഇരുന്നിരുന്നു. അപ്പൊ അത് രസകരമായ എക്സ്പീരിയൻസസ് ആയിരുന്നു. തമാശകൾ, ഇവിടെയും തമാശകളൊക്കെ വരും പുറത്ത്. അത് നേരത്തെ കഴിഞ്ഞ ഇതിന് വന്നപ്പോ ചേട്ടൻ തന്നതാ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ചേട്ടൻ ഉപയോഗിക്കാത്ത ഞാൻ അല്ല, വെറുതെ ഇടാൻ പറ്റുമോ? അതാണല്ലോ, അത് പറ്റത്തില്ല. ഹൃദയ സഖി സ്നേഹമയി, ആത്മസഖി അനുരാഗമയി, എന്തിനു നിന്നൊമ്പരമിനിയും, എന്തിനു നിന്നോവുകളിനിയും, എന്നും നിന്റെ
തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയസഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയസഖി വണ്ടർഫുൾ വണ്ടർഫുൾ താങ്ക് യു. നിപമഗ